അസ്സലാമു അലൈക്കും. എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് വ്യക്തമാക്കി തരുന്ന രണ്ട് ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. സൂറ ഇബ്രാഹിമിലെ അധ്യായം 14 1, 2 പറയുന്നത്, മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. അതായത് പ്രതാപിയും ഇത്യർഹനും ആയിട്ടുള്ളവന്റെ മാർഗത്തിലേക്ക്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം യഥാർത്ഥ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, യഥാർത്ഥ സത്യത്തിന്റെ പാതവിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ തൊട്ടു പിന്നാലെ പറയുന്നത്, ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും ഉടമയായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടി സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയാൽ മഹാനാശം തന്നെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്? യഥാർത്ഥ സൃഷ്ടാവിന്റെ മാർഗത്തിലേക്ക്. ഏതാണ് സൃഷ്ടാവ്? ആകാശ ഭൂമിയിലുള്ളതിൻ്റെ ഒക്കെ ഉടമയായ സൃഷ്ടാവിലേക്ക്. അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് ഈ പ്രപഞ്ചനാഥനായ, അല്ലെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ പറ്റിയിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനിനെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ അത് നിഷേധിക്കുന്ന പക്ഷം അവർക്ക് മഹാനാശമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിക്കൊണ്ടിട്ടുണ്ട്. കാരണം യഥാർത്ഥ സൃഷ്ടാവിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതാണ് ഇവിടെ ആവർത്തിച്ചു പറയുന്നത്.